ഏട്ടൻ അടുത്ത് തന്നെ വർക്ക് വന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് എൻ്റെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ഇവിടെ കോട്ടയത്താണ് വർക്ക്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടെ പോയതാണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിയോട് കൂടി വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയെ പറ്റി പറയുവാണെങ്കിൽ അത്ര നല്ല ബിരിയാണി ഒന്നുമില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് ഒരു ആവറേജ് ബിരിയാണി അങ്ങനെ പറയാം. അപ്പോൾ ചിക്കൻ ബിരിയാണിയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഈ ബിരിയാണി കഴിക്കുന്നത്. സാധാരണ കുഴിമന്തിയുടെയൊക്കെ കാലമല്ലേ, അപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ കുഴിമന്തി തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മറ്റേ ബിരിയാണിയുടെ ആ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ ബിരിയാണി, പൊറോട്ട അങ്ങനെയുള്ള ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണം എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ഒരു അച്ഛനും അമ്മയും കൂടെ നടത്തുന്ന ഒരു ചെറിയൊരു പെട്ടിക്കട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും 2 ഫ്ലേവറിലുള്ള ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഷൻ ഫ്രൂട്ടും, ഏട്ടൻ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഫ്ലേവറും കൂടെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ക്ഷീണവും നമ്മുടെ ആ ഫുഡ് കഴിച്ചപ്പോഴുള്ള ആ ഒരു ഹെവിനെസ്സും എല്ലാം മാറി കിട്ടി കേട്ടോ. സോറി, ജ്യൂസ് അല്ല, സർവത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. ഗ്രീൻ ആപ്പിളിനേക്കാളും കുറച്ചുകൂടെ ഏട്ടനും ഇഷ്ടപ്പെട്ടത് ഫാഷൻ ഫ്രൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ എടത്വ വഴിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എടത്വയിൽ നല്ല അടിപൊളി ഒരു ചർച്ചുണ്ട്. ഞങ്ങൾ അവിടെയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ചർച്ചിൽ പോകുന്നത്. നല്ല മനോഹരമായൊരു പൂങ്കാവനം പോലൊരു ചർച്ചാണെന്ന് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല രസമുണ്ട്, നല്ല ശാന്തമായൊരു അന്തരീക്ഷം. ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് ഒരു ചർച്ചിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിവറിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ അടുത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഏട്ടൻ എന്നെയും കൂട്ടി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ സ്കൂളിൽ ക്ലാസ്സൊക്കെ ഉള്ളപ്പോഴേ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നല്ല വെയിലൊക്കെയാണ്, അവരെയും കൊണ്ട് വരിക എന്നുള്ളത് കഷ്ടമാണ്. അതുമല്ല, ഏട്ടൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് നമ്മൾ 2 പേരും മാത്രം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര പോയിട്ടുള്ളതെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ അവസരമൊന്നും ഞങ്ങൾ മിസ്സാക്കാറില്ല കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്യാറുണ്ടേ.